അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ആളുകൾ, എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ, എന്നെ അത്ഭുതപ്പെടുത്തിയ മനുഷ്യർ, എനിക്ക് വഴിത്തിരിവായ ആളുകൾ, അവരെക്കുറിച്ചിട്ടാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് എൻ്റെ ഉമ്മയെയും ഉപ്പയെയും പറ്റി വളരെ ചെറിയ ഒരു ഏടുകൾ സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ഇനിയും അവരെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് മാതാ പിതാ ഗുരു ദൈവം എന്നാണല്ലോ. അപ്പോൾ എൻ്റെ ഉസ്താദുമാരെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഉസ്താദുമാർ എന്ന് പറയുമ്പോൾ എനിക്കൊരുപാട് ഗുരുനാഥന്മാരുണ്ട്. എൻ്റെ സ്കൂൾ തലം മുതൽ മദ്രസ തലം മുതൽ എന്നെ പഠിപ്പിച്ച ഒട്ടനവധി ഉസ്താദുമാരുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഒരക്ഷരം എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം അവർക്ക് ഈ ലോകത്തും നാളെ ആഖിറത്തിലും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയും ഒപ്പമുണ്ട്. അപ്പോൾ എല്ലാവരെയും പറ്റിയിട്ട് പറയുന്നില്ല, മറിച്ച് എന്നിൽ സ്വാധീനം ചെലുത്തിയ ഒരുപാട് ആളുകളുണ്ട്. എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സഹായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ആളുകൾ എൻ്റെ ഗുരുനാഥന്മാരിൽ. അപ്പോൾ അത്ഭുതപ്പെടുത്തണമെങ്കിൽ കുറച്ച് നാളുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലൊരു ഒഴിച്ച് നിർത്താൻ പറ്റാത്ത ഒരാളായിട്ട് മാറുക. അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിലൊരു വഴിത്തിരിവാവുകയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നവരാകാൻ കഴിയുക. നമ്മളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് പറയുമ്പോൾ എൻ്റെ മദ്രസയിലെ ഉസ്താദുമാർ അൽഹംദുലില്ലാ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു, ഒരുപാട് അറിവുകൾ പകർന്നു തന്നു. അതുപോലെ തന്നെ സ്കൂൾ തലം മുതൽ 1-ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന സമയത്ത് ചെറിയ ക്ലാസ്സിലെയുള്ള ഐഷാബി ടീച്ചറും അതുപോലെ തന്നെ ഫാത്തിമ ടീച്ചറും ജോസാറും, ഇങ്ങനെ പോയിട്ട് ഹൈസ്കൂൾ തലത്തിലേക്ക് വരുമ്പോൾ ഷാമ ടീച്ചറും, അങ്ങനെ ഓരോരോ എനിക്ക് അങ്ങനെയൊക്കെ പേരുകൾ ഓർക്കാൻ കഴിയുന്നുള്ളൂ. ശശിധരൻ സാറും, ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സാറന്മാരും ടീച്ചേഴ്സും ഒക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. അവരോടെല്ലാവരോടും വല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഈ സമയത്ത് അറിയിക്കാനുള്ളത്. കാരണം അവർ പഠിപ്പിച്ചു തന്ന അക്ഷരങ്ങൾ, അവർ പഠിപ്പിച്ചു തന്ന ആ ആശയങ്ങൾ, അവർ എൻ്റെ ഉള്ളിലേക്ക് നുകർന്നു തന്ന ആ അറിവുകൾ, അതാണ് ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയായിട്ട് നിലകൊള്ളുന്നത്. ഒരു സംശയമില്ല. അവിടുന്ന് അങ്ങോട്ട് 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ് അൽഹംദുലില്ലാ ദർസിൽ പോകണമെന്നായിരുന്നല്ലോ എൻ്റെ മോഹം. കഴിഞ്ഞ 2 വീഡിയോകളിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഉപ്പക്കും ഉമ്മക്കും അതോടൊപ്പം തന്നെ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നത് ഒരു ഉസ്താദാവണമെന്നാണ്. ദർസിൽ പഠിച്ച് ആലിമാവണം, നല്ല ഇൽമുകൾ പഠിച്ച് നല്ല ഒരു ആളാവണം എന്നായിരുന്നു എൻ്റെ ഉള്ളിലെ വല്ലാത്ത ആഗ്രഹം. അങ്ങനെ 10-ാം ക്ലാസ് പരീക്ഷ എഴുതി. അന്നങ്ങനെയാണ് 10-ാം ക്ലാസ് പരീക്ഷ എഴുതി. ചിലപ്പോൾ അങ്ങനെ എഴുതുന്നതിന് മുമ്പ് പോകുന്നവരുണ്ട്. ഇന്ന് കൂടുതലും എഴുതുന്നതിന് മുമ്പേ ദർസിൽ പോകുന്നവരാണ്. ജൂനിയർ ദവാ കോളേജും ജൂനിയർ ദർസും ഒക്കെയുള്ള ഒരു കാലമാണല്ലോ ഇന്ന്. പക്ഷെ അന്ന് നമ്മൾ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പൊതുവെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 2005 ഞാൻ SSLC എഴുതുന്നത്. ഈ 2005 SSLC എഴുതിയിട്ട് ഞാൻ പോവാണ് ദർസിലേക്ക്. അപ്പോൾ എൻ്റെ പള്ളിയിൽ എന്നെ അന്ന് മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ട സുനീർ അഹ്സനി ഉസ്താദ്. ഉസ്താദാണ് എന്നെ ദർസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഉസ്താദ് വിടുമ്പോൾ ഉസ്താദിൻ്റെ ശരീക്കന്മാർ അഥവാ ഉസ്താദിൻ്റെ സഹപാഠികൾ, കൂടെ പഠിച്ച ആളുകൾ ആരെങ്കിലും ദർസ് നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ ദർസിലായിരിക്കും പൊതുവെ കൊണ്ടുപോയിടുക. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു കുട്ടിയെ ദർസിലേക്ക് ആക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആളുകൾ അല്ലെങ്കിൽ എൻ്റെ ഉസ്താദിൻ്റെ അടുത്ത്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുക, ദർസിലേക്ക് വിടുക. അപ്പോൾ അന്ന് സുനീർ ഹസനി ഉസ്താദിൻ്റെ കൂടെ കോളേജിലുണ്ടായിരുന്ന, അവിടെ ആലുവ നാട്ടുകാരനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദായിട്ടുള്ള ഫിറോസ് ഹസനി ഉസ്താദിൻ്റെ ദർസിലേക്കാണ് എന്നെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ അന്ന് വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. അന്ന് ഉസ്താദ് ദർസ് നടത്തുന്നത് പട്ടാമ്പിയിലാണ്, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ്. പട്ടാമ്പിയിലെ കുണ്ടൂർക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്, ഒരു പുരാതനമായിട്ടുള്ള മഹലിലാണ് ഉസ്താദ് ദർസ് നടത്തുന്നത്. ഉസ്താദ് ഞാൻ അന്ന് പോകുന്ന സമയത്ത് ഉസ്താദ് അവിടെ ചെന്നിട്ട് 1.5 വർഷമായിട്ടുണ്ട്. അൽഹംദുലില്ലാ അന്ന് കാര്യങ്ങളൊക്കെ ഉസ്താദ് സംസാരിച്ച് അന്ന് വീട്ടിൽ നിന്ന് ഞാൻ പോവാണ്. അത് ഒരു വല്ലാത്ത ഓർമ്മയാണ്. ആ ഓർമ്മകൾ മാത്രമാണുള്ളത്. അന്ന് വീട്ടിൽ ഉസ്താദ് വരുന്നു. എനിക്ക് തോന്നുന്നു രാവിലത്തെ ഇൻ്റർസിറ്റിക്കാണ്
ഞങ്ങൾ പോകുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഷൊർണൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ബസ് മാർഗമാണ് പട്ടാമ്പിയിലേക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഉസ്താദ് വരുന്നു, സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉസ്താദ് വരുന്നു. ചെറിയ ചെറിയ ഓർമ്മകളാണ് എനിക്കുള്ളത്. അങ്ങനെ എനിക്ക് പെട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ദർസിലേക്ക് പോകാൻ. ഒന്ന് ആലോചിച്ച് നോക്കുക അന്നത്തെ ആ ഒരു അവസ്ഥ, ആ ഒരു മാനസികാവസ്ഥ. 2005 സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എത്ര വർഷമായി? 2024 അല്ലേ? 19 വർഷം, 14 വർഷമായി. ഏതായാലും ആ ഒരു ഓർമ്മ വെച്ച് പറയുമ്പോൾ അന്നത്തെ ദിവസം രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് വീട്ടിൽ വന്നു. നമ്മൾ ദുആ ചെയ്തു. ഉമ്മക്കുണ്ട്, ഉമ്മ കരയുന്നുണ്ടാവണം. ഞാൻ അന്ന് എൻ്റെ ചെറിയ ഓർമ്മയിൽ എനിക്ക് എന്തായാലും ഉമ്മ കരയും, ഉറപ്പാണ്. കണ്ണിൽ നിന്ന് ആകെയുള്ളൊരു മോനാണ്, പിന്നെ ഉള്ളതൊരു മകളാണ്, എൻ്റെ പെങ്ങളാണ്. അപ്പോൾ ആ മകനെ ദൂരത്തോട്ട് ദർസ് പഠിക്കാൻ വേണ്ടിയിട്ട് വിടുകയാണ്. അന്ന് ഉമ്മാൻ്റെ മനസ്സിലുണ്ടായ ആ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് ആലോചിക്കുമ്പോൾ നമുക്കും ഇപ്പോൾ ഒരു സങ്കടമുണ്ട് അല്ലേ? സ്വന്തം മക്കളെ ദൂരത്തോട്ട് ട്രെയിനൊക്കെ കയറിയിട്ട് ദർസ് പഠിക്കാൻ വേണ്ടിയിട്ട് വിടുമ്പോൾ ഉണ്ടാകുന്ന ഉമ്മമാരുടെ ഉള്ളിലുണ്ടാകുന്നൊരു മാനസികാവസ്ഥ എന്തായിരിക്കും? സ്വന്തം മകനെയാണല്ലോ ആരും അറിയാത്ത ഒരാളുടെ കൂടെ പറഞ്ഞു വിടുകയാണ്. അള്ളാഹു ഉമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ, ഉപ്പാക്കും സ്വർഗം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് അവിടെ നിന്ന് പോയി അൽഹംദുലില്ലാ. അന്ന് ഉസ്താദിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. അങ്ങനെ അന്ന് ഉസ്താദിൻ്റെ കൂടെ വേറൊരു കുട്ടിയുണ്ട്. ഞാനിപ്പോഴും അവനെ ഓർക്കുന്നുണ്ട്, നിസാർ ഹസനി. ഇന്ന് ഹസനിയായി കൊടികുത്തുമല മഹലിൽ, വലിയൊരു മഹലിൽ അവിടെ സദർ മുഅല്ലിമായിട്ട് നിസാർ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നിസാറുണ്ട് ഉസ്താദിനെ കൂടെ. അപ്പോൾ ഞാനും നിസാറും പിന്നെ ഉസ്താദും ആണ് പോകുന്നത്. അങ്ങനെ ട്രെയിൻ കയറി. പിന്നെ എനിക്ക് വലിയ ഓർമ്മകളൊന്നുമില്ല, പട്ടാമ്പിയിലെ ഓർമ്മകളുണ്ട്. അവിടെ ചെന്നു, ഷൊർണൂർ ചെന്നു. ഷൊർണൂരിൽ നിന്ന് ബസ് കയറിയിട്ടാണ് പിന്നെ ദർസിലേക്ക് പോകുന്നത്. അപ്പോൾ അതാണ് ഉസ്താദിനെ ആദ്യമായിട്ട് ഞാൻ അന്നാണ് കാണുന്നത്. ഇന്നും ഉസ്താദ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഘടകമായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ത്യജിച്ചു, അവിടുത്തെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും അവിടുത്തെ തന്നെ വീടിൻ്റെ കാര്യങ്ങളും എല്ലാം ത്യജിച്ച് കുറച്ച് മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമായിരുന്നു ഉസ്താദിൻ്റേത്. ആദ്യ കാലത്തൊക്കെ ഉസ്താദ് ദർസ് എന്ന് പറഞ്ഞാൽ ദർസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പരിപാടിക്കും ഒരു കാര്യത്തിനും ഉസ്താദ് പോവാതെ ദർസ് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ, ആ ഒരു ചിന്തയിൽ നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും മക്കളെ വളർത്തിയെടുക്കണം എന്ന ആഗ്രഹത്തിൽ പോയിരുന്ന ഒരാളായിരുന്നു ഉസ്താദ്. ഉസ്താദിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ പിന്നീട് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന സമയത്ത് ദർസ് പഠനത്തിനുള്ള സമയം ഒന്നും കൂടുതലായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടാമ്പിയിൽ വെച്ചിട്ട് തന്നെ ഉസ്താദ് നമുക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു. BA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഡിസ്റ്റൻസ് ആയിട്ട് എഴുതുന്ന ഒരു സംവിധാനം അന്നുണ്ടായിരുന്നു. ഇന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ അന്ന് അതിൽ ഉസ്താദ് രജിസ്റ്റർ ചെയ്യുകയും ഞങ്ങളെല്ലാവരും BA ഹിസ്റ്ററി എടുത്തുകൊണ്ട് പഠനം നടത്തുകയും, പക്ഷേ എന്തുകൊണ്ടോ അത് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പഠന മേഖലയിൽ മക്കൾ, കൂടെ ഓതുന്ന മക്കൾ ഏത് രൂപത്തിലും വലിയ ഉന്നതങ്ങളിലെത്തണം, ഉയർച്ചകളിലെത്തണം എന്ന വല്ലാതെ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു പ്രിയപ്പെട്ട ഉസ്താദ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഉപ്പയെപ്പോലെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടുന്ന എല്ലാം നൽകി, സ്നേഹം നൽകി, ഭക്ഷണം നൽകി, അതുപോലെ തന്നെ തലോടലുകൾ നൽകി. ഒരു ഉപ്പ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് ആ ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം തന്ന് വളർത്തി. ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിച്ചു, താലോലിക്കേണ്ട സമയത്ത് താലോലിച്ചു, ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിച്ചു. അങ്ങനെ ഈ വഴിയിലേക്ക് വഴി നടത്തിയ ഒരാളാണ് ഉസ്താദ്. ഉസ്താദിനെ സംബന്ധിച്ച് പറയുമ്പോൾ പലപ്പോഴും ദർസാണല്ലോ. അപ്പോൾ പട്ടാമ്പിയിൽ പിന്നെ 1.5 വർഷം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എറണാകുളം ജില്ലയിൽ തന്നെ പല്ലാരിമംഗലം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു 2 വർഷം നമ്മുടെ ദർസ്. അപ്പോൾ ആദ്യകാലത്ത് പോകാനൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും, നമുക്ക് ദർസിലൊക്കെ പോകാൻ നല്ല ഉഷാറായിരിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്തും പഠിച്ചൊക്കെ അങ്ങനെ പോകും. പിന്നീട് ഇങ്ങനെ താല്പര്യം കുറഞ്ഞു വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അവിടുത്തെ 1.5 വർഷം കഴിഞ്ഞ് പിന്നീട് പല്ലാരിമംഗലത്തേക്ക് വന്ന സമയത്ത് അവിടെ 2 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു താല്പര്യം കുറഞ്ഞു തുടങ്ങി.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം നമുക്ക് നല്ല താല്പര്യം ഉണ്ടാവും, പിന്നെ താല്പര്യങ്ങൾ കുറയും. ഓക്കെ. അപ്പം പല്ലാരിമംഗലത്ത് വന്നു കഴിഞ്ഞപ്പം പോകണം എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉമ്മയുമായിട്ടുള്ള ആ ഒരു ചിന്തയും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ദർസിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രയാസം പോലെയൊക്കെ തോന്നി. ഉസ്താദിൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് ഞാൻ പോട്ടെ, ഞാൻ പഠിക്കണില്ല, നിൽക്കണില്ല എന്നൊക്കെ പറയുമ്പോൾ ഉസ്താദ് പല കാര്യങ്ങളും പറഞ്ഞു തന്ന് മനസ്സിലാക്കി നമ്മളെ കൺവിൻസിങ് ചെയ്ത് അവിടെ ഇങ്ങനെ നിർത്തും. അൽഹംദുലില്ലാ, അന്നങ്ങനെ ചെയ്തതുകൊണ്ട് ഇന്ന് വലിയ വലിയ ഉസ്താദിനോട് എന്തെന്നില്ലാത്ത വലിയ നന്ദിയാണ്, ഗ്രാറ്റിറ്റ്യൂഡാണ് അറിയിക്കാനുള്ളത്. കാരണം അന്ന് ഉസ്താദ് പോണവർ പോട്ടെ എന്നായിരുന്നു വെച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർക്കുണ്ടാകുന്ന ആ ഒരു അവസരം ഇല്ലാതെയാവുകയല്ലേ അവിടെ ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ നമ്മളും ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ആവശ്യമില്ലാത്തൊരു പോട്ടെ എന്ന് പറയും. പക്ഷേ നല്ല മനസ്സിൻ്റെ ഉടമകൾ എന്താ ചെയ്യുക, അവരുടെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റുകൾ വന്നാലും ആ തെറ്റുകളെയെല്ലാം പരിഗണിച്ച് അതിനെയെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കൂടെ പിടിച്ച് ചേർത്ത് വെച്ച് എന്ത് ചെയ്യും, അവരെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അതാണ് ഒരു നല്ല മനസ്സിൻ്റെ ഉടമ ചെയ്യുന്നത്. ഉസ്താദും അതുപോലെ തന്നെയായിരുന്നു. ദർസിൽ ഞാനെന്നല്ല, വേറെ പല കുട്ടികളും ദർസിൽ നിന്ന് ചാടിപ്പോവുക, അങ്ങനെ പറയാം, ചാടിപ്പോയിട്ടുണ്ട്. ഈ കുട്ടികൾ വീണ്ടും ഉസ്താദിൻ്റെ അടുത്ത് വന്നു ഉസ്താദ് വീണ്ടും അവിടെ അവന് ചേർക്കും. കാരണം ഇൽമ പഠിക്കാനാണ്. നമുക്ക് അവരെ തടയാനുള്ള അവകാശമുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ ആ നിലക്ക് തന്നെ ഉസ്താദ് വീണ്ടും അവരെ എന്ത് ചെയ്യുന്നു, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉസ്താദ് ഒരുപാട് അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ മക്കളെ ഒരുപാട് സ്നേഹിച്ച ചേർത്ത് പിടിച്ച ഒരാളായിരുന്നു പ്രിയപ്പെട്ട ഉസ്താദ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നും എൻ്റെ ജീവിതത്തിൽ പരമാവധി നമ്മുടെ കാര്യങ്ങളൊക്കെ ഉസ്താദിൻ്റെ നിർദ്ദേശങ്ങളോടുകൂടെ തന്നെയാണ് പോകുന്നത്. നമ്മൾ ആക്സ് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉസ്താദിൻ്റെ അടുത്ത് പോയി വിഷയങ്ങൾ പറയുകയും, ഞാൻ മദീനത്ത് നിൽക്കുമ്പോഴാണ് ഒരു പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അന്ന് ഞാൻ മദീനത്ത് നിന്ന് ഉസ്താദിന് വോയിസ് അയച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ വന്ന് ആക്സ് ഫൗണ്ടേഷൻ തുടങ്ങിയ സമയത്തും അവിടെ ആദ്യമായിട്ട് അതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യുന്നത് ഉസ്താദിൻ്റെ ദർസിലെ സ്വലാത്ത് മജ്ലിസിൽ വെച്ചിട്ടായിരുന്നു. ഉസ്താദിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്തു. അൽഹംദുലില്ലാ, അങ്ങനെ വളരെ സന്തോഷത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായ ഒരു സന്ദർഭമായിരുന്നു ഉസ്താദിനെ കണ്ടുമുട്ടിയ സന്ദർഭം.